കഴിഞ്ഞ ഒരു വർഷം മാത്രം എത്തനോൾ ഉണ്ടാക്കാൻ FCI നൽകിയ അരിയുടെ അളവാണ് 52 ലക്ഷം ടൺ. എന്ന് പറഞ്ഞാൽ അത് 520 കോടി കിലോ വരും. കേരളത്തിലാണെങ്കിൽ കുഞ്ഞുകുട്ടികളും വയോധികരും അടക്കം ഓരോരുത്തർക്കും 140 കിലോ വീതം നൽകാനുള്ളത്ര അരിയുണ്ട്. ഇനി രാജ്യത്തെ കാര്യമെടുത്താൽ എല്ലാവർക്കും 3.5 കിലോ വീതം നൽകാവുന്ന അത്രയും അരിയാണിത്. ഈ അരി കൊണ്ടാണ് പെട്രോളിൽ കലർത്താനുള്ള എത്തനോൾ ഉണ്ടാക്കിയത്. എത്തനോൾ ഉണ്ടാക്കാനായി അരി നൽകി തുടങ്ങിയ ശേഷമുള്ള വില വ്യത്യാസം നോക്കൂ. ഓഗസ്റ്റ് 25-ന് എറണാകുളത്ത് ചുവന്ന മട്ടയ്ക്ക് 56 രൂപയും പത്തനംതിട്ടയിൽ 55 രൂപയുമാണ്. കേരളത്തിലെ ശരാശരി വില 51 രൂപ 64 പൈസ. തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ ശരാശരി വില കിലോയ്ക്ക് 55 രൂപ 50 പൈസയാണ്. നമുക്ക് അരി തരുന്ന ആന്ധ്രയിൽ 47 രൂപ 35 പൈസ, തെലുങ്കാനയിൽ 54 രൂപ 60 പൈസ, കർണാടകയിൽ 47 രൂപ 44 പൈസ. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ മാത്രമല്ല, ഉൽപാദന സംസ്ഥാനങ്ങളിലും 2 വർഷമായി ഈ തീ വിലയാണ്. 35 രൂപയുടെ പരിസരത്തു നിന്നിരുന്ന വിലയാണ് 50ന്റെ പരിസരത്തേക്ക് കുതിച്ചുയർന്നത്. റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം കേന്ദ്ര സർക്കാർ കുത്തനെ കുറച്ചു. അതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കാൻ കുടുംബങ്ങൾ കൂടുതലും നിർബന്ധിതമായി. അവിടെ അരി ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സ്ഥിതിയായി. എത്തനോൾ ഉൽപാദനത്തിനായി 520 കോടി കിലോ അരി വകമാറ്റിയതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പെട്രോളിൽ എന്താണ് എത്തനോൾ കൊണ്ട് ചെയ്യുന്നത്?